മോർണിംഗ് സാർ. ഗോവിന്ദിന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അവൾ ഇനി മുതൽ ജോലിക്ക് വരില്ലെന്ന് അവൻ കരുതിയത്. അഞ്ജലി ചെയറിൽ നിന്നും എഴുന്നേറ്റു. ഗോവിന്ദിന് മുന്നിൽ ഒരിക്കലും അവളുടെ ദേഷ്യം കാണിക്കരുതല്ലോ. ഗീത, നീ എന്താ ഇവിടെ? അവൾ ഗീതയെ അടിമുടി ഒന്ന് അളന്നു. ഒരു ഒഴുക്കൻ ഷിഫോൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അതിലെ പിങ്ക് നിറം അവളുടെ മുഖത്ത് തട്ടി പ്രതിഫലിക്കുന്ന പോലെ അഞ്ജലിക്ക് തോന്നി. തന്നെക്കാളും സൗന്ദര്യം അവൾ കാണുന്ന തിരിച്ചറിവിൽ അവളെ കൊല്ലുവാനുള്ള പക അഞ്ജലിയിൽ വർദ്ധിച്ചു. അവളുടെ മുഖത്തെ ഭാവങ്ങൾ അത്രയും നോക്കിയിരിക്കുകയായിരുന്നു ഗോവിന്ദ്. അപ്പോഴാണ് ചിത്രയുടെ കോൾ അവനെ തേടിയെത്തിയത്. അഞ്ജലി, നീ ഇന്നു മുതൽ ഗീത നേരത്തെ ഇരുന്ന സീറ്റിൽ ഇരുന്നാൽ മതി. ഫോൺ തിരികെ വെച്ചതും അവൻ അഞ്ജലിയെ നോക്കി പറഞ്ഞപ്പോൾ അവളുടെ മുഖം വിളറി വെളുത്തു. ആൻഡ് ഗീത, കൺഗ്രാറ്റുലേഷൻസ്, തന്നെ ഇവിടുത്തെ ഹെഡ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നു. ഗീത അന്തം വിട്ടു നിന്നു. അതായത് കർമ്മ സാറിൻ്റെ കാലത്ത് സിത്താര മാം ഇരുന്ന പൊസിഷൻ പിന്നീട് അവരെ കർമ്മ സാർ തന്നെ മാറ്റുകയായിരുന്നു. MD കഴിഞ്ഞ തൊട്ടടുത്ത പൊസിഷൻ. തനിക്കുന്ന മുതൽ എവിടെ ഇരിക്കാം? ഗോവിന്ദ് ഹസ്തദാനത്തിനായി അവളുടെ നേരെ കൈ നീട്ടി. ഗീത ചിരിച്ചുകൊണ്ട് ഇരു കൈകൾ അവൻ്റെ നേരെ കൂപ്പി. ഗോവിന്ദിൻ്റെ മുഖം ഇരുണ്ടു കൂടി. എങ്കിലും ഒന്നും പറയാതെ അവൻ തിരികെ തൻ്റെ സീറ്റിൽ പോയിരുന്നു. ഉടൻ തന്നെ മറ്റൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യപ്പെട്ടു. ഗീതയെ ഹെഡ് ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡർ ഗോവിന്ദ് മറ്റു സ്റ്റാഫുകളെ വായിച്ചു കേൾപ്പിച്ചു. സിത്താരയും രാഹുലും ഒഴികെയുള്ള മറ്റെല്ലാ സ്റ്റാഫുകളും അവളെ അഭിനന്ദിച്ചു. അതെ, അതങ്ങനെ തന്നെ വരണമല്ലോ. MDയുടെ ഭാര്യയല്ലേ, അപ്പോൾ ഈ ഒരു പൊസിഷൻ അവൾ അർഹയാണ്, റീന അഭിമാനത്തോടെ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് സിത്താരയും രാഹുലുമാണ്. കൂടെ അഞ്ജലിയും. അവർ പകയോട് അവളെ തുറിച്ചു നോക്കി. സിത്താര പല്ലുകൾ കടിച്ചു പൊട്ടിക്കുമെന്ന് രാഹുലിന് തോന്നി. ഗീത ഇനി ഓഫീസിലേക്ക് വരില്ല എന്ന് തന്നെയാണ് അവർ കരുതിയത്. അങ്ങനെയെങ്കിൽ ടാലിയാവാതെ കിടന്ന കണക്കുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ച് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇവളിവിടെയുള്ളിടത്തോളം കാലം തങ്ങൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വന്ന നാളുകൾ മുതൽ അല്ലറ ചില്ലറ വിട്ടുപികളൊക്കെ നടത്തിയിരുന്ന സിത്താര ചെറുതിൽ തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ വരെ ആ കണക്കെത്തിയിരുന്നു. ഇന്ന് വരാർക്കും സംശയം തോന്നിയിട്ടില്ല. ഇന്നേ വരാരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇവൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത്? അധിക കാലം നീ ഇവിടെ വായില്ല. സിത്താര അമർഷത്തോട് അവളെ നോക്കി. മീറ്റിംഗ് കഴിഞ്ഞതും റീന ഓടിച്ചെന്ന് അവൾക്ക് കൈ കൊടുത്തു. നന്നായി മോളെ, അല്ലെങ്കിൽ എനിക്കറിയാം നിനക്ക് നല്ല മാത്രമേ വരുമെന്ന്. അവർ സന്തോഷത്തോടെ അവളുടെ കരം ഗ്രഹിച്ചു. അത്രയും നേരം സിത്താരയുടെ ഭാവങ്ങളൊക്കെ കണ്ട അഞ്ജലിക്ക് എന്തോ പന്തികയുടെ മണത്തു. മീറ്റിംഗ് പിരിഞ്ഞതും അഞ്ജലി സിത്താരയുടെയും രാഹുലിൻ്റെയും പിന്നാലെ വെച്ച് പിടിച്ചു. പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് അഞ്ജുവിൻ്റെ വരവ്. ഹായ്, ഐ എം അഞ്ജലി. എന്നെ അറിയില്ലേ? അഞ്ജലി സിത്താരയുടെ നേരെ കൈ നീട്ടി. എന്തുകൊണ്ടോ സിത്താരയ്ക്ക് അവളെ അറിയാമായിരുന്നിട്ടും തിരികെ കൈ കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവരപ്പോൾ. അതുകൊണ്ട് തന്നെ അവർ അങ്ങേറ്റം ദേഷ്യത്തോടെ അവളെ തുറിച്ചു നോക്കി. പക്ഷേ അത് കണ്ടപ്പോൾ അഞ്ജലിക്ക് സന്തോഷമാണ് വന്നത്. തൻ്റെ ഉദ്ദേശം എന്തെന്നറിഞ്ഞ അവർ തൻ്റെ കൂടെ നിൽക്കുമെന്ന് അഞ്ജലിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യവും പറച്ചിലില്ലാതെ അടുത്ത് കിടന്ന ചെയർ വലിച്ചിട്ടു സിത്താരയുടെ എതിരെ അവൾ ഇരുന്നു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു തുടങ്ങി. ഗീത തിരികെ വന്ന സിത്താരയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവർ പെണ്ണ് തന്നെ മിഴികൾ ഉയർത്തി അവളെ നോക്കി. ഏയ്, എനിക്കെന്താ ഇഷ്ടക്കുറവ്? അത് പറയുമ്പോൾ അവരുടെ സ്വരം ഇടറിയും കണ്ണുകൾ ഭയവും തെളിഞ്ഞു വന്നു. മുന്നിലിരിക്കുന്നത് അഞ്ജലിയാണ്, ഇവിടുത്തെ MDയുടെ കസിൻ. അങ്ങനെ ഒരുവൾക്ക് തന്നെക്കുറിച്ച് അറിയുന്നത് തനിക്ക് തന്നെ ദോഷമാണ് എന്നവർ ഓർത്തു. നിങ്ങൾ കള്ളം പറയുക സിത്താര, എനിക്കറിയാം. നിങ്ങൾക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്, അവളെ നിങ്ങളുടെ കാലിനടിയിലിട്ട് ചവിട്ടി അരയ്ക്കാനുള്ള ദേഷ്യമുണ്ടെന്ന്. സിത്താരയുടെ മുഖത്ത് കോപം നിറഞ്ഞു. ഗീതയോടുള്ള ദേഷ്യം അവരിൽ ആളിക്കത്തി. കയ്യിലിരുന്ന സോഫ്റ്റ് മൈലി ബോൾ നെരിഞ്ഞൊടിച്ചു. സത്യത്തിൽ അഞ്ജലി അവരുടെ മനസ്സറിയാൻ വേണ്ടി അവരെ പ്രകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അവരതിൽ വീഴുകയും ചെയ്തു. തുറന്നു പറയാലോ, എനിക്ക് അവരുടെ ദേഷ്യമാണ്, കൊല്ലാനുള്ള ദേഷ്യം. നിങ്ങൾ തമ്മിൽ എന്ത് വിരോധമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയൊട്ട് അറിയിക്കാൻ വേണ്ട. ഏതായാലും അതെന്നെ ബാധിക്കത്തുമില്ല. എനിവേ, എൻ്റെ കൂടെ കൂടാമെങ്കിൽ അവളെ നമുക്ക് എന്നേക്കുമോ ഇങ്ങ് പറഞ്ഞു വിട്ടേക്കാം. എൻ്റെ കിച്ചുവിന് ഞാൻ മാത്രം മതി. അത് പറയുമ്പോൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ. സിത്താര അവൾ നീട്ടിയ കൈയിലേക്ക് തൻ്റെ കൈ ചേർത്തു. അങ്ങനെ എന്നേക്കുമായി പറഞ്ഞു വിടുന്നത് മോശമില്ല അഞ്ജലി. രാഹുൽ അത് പറഞ്ഞപ്പോൾ അഞ്ജലിയും സിത്താരയും അവനെ സൂക്ഷിച്ചു നോക്കി. ഒരു ദിവസമെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടാതെ എങ്ങനെ അവളെ ഞാൻ പറഞ്ഞു വിടും? രാഹുലിൻ്റെ മുഖത്ത് ഗീതയോടുള്ള ആസക്തി നിറഞ്ഞു. രാഹുൽ അവൻ്റെ കൈയും അവരുടേതിന് മുകളിൽ വെച്ചു. മൂവരും പരസ്പരം കണ്ണുകൾ നോക്കി പുഞ്ചിരിച്ചു. അതേസമയം അമ്പലത്തിലെ പൂജയും കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് ചിത്രാംഗന. ചെയ്യുന്നതിലെ ശരിയോ തെറ്റോ എന്ത് തന്നെയായാലും
അത് ഗോവിന്ദന്റെ ജീവനെ ബാധിക്കുമെന്നുള്ള ഭയം അവരുടെ സമനില തെറ്റിച്ചു. അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയ മനസ്സായിരുന്നു അവരുടേത്. അതുകൊണ്ടാവണം ഗോവിന്ദന് ആദ്യ ഭാര്യയായില്ലെന്ന വിധിയിൽ അവർ തകർന്നു പോയത്. അറിഞ്ഞുകൊണ്ട് അഞ്ജലിയെ കരുതി കൊടുക്കാൻ തോന്നിയില്ല. തൻ്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടിയാണ്, അതും തൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾ. അവളെ കൊല്ലുവാൻ താൻ കൂട്ടുനിൽക്കുന്ന എങ്ങനെ? അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നവർ കരുതി. പകരം അവൻ തന്നെ കണ്ടെത്തിയ ആ സാധു പെൺകുട്ടിയുടെ ജീവൻ അവർ പുല്ല് വില നൽകി. അതിനുവേണ്ടി അവർ വിലക്കെടുത്തു. അവൾ പോലും അറിയാതെ ആ വീടും പണവും സ്വർണവും നൽകി അവളുടെ ജീവന്റെ വില. കാരണം പലത്, ഒരേ ഒരു ലക്ഷ്യം. ഗീത അവളുടെ ജീവനും ജീവിതവുമെല്ലാം അവനിലാണ്. വിട്ടുകൊടുക്കുമോ അവൻ അവളെ? ഒരുപക്ഷെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാകും അവൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അവനും മനസ്സിലാകുന്നത്. മിസസ് ഗീത ഗോവിന്ദ് ബ്രഹ്മമൂർത്തി, എന്താണ് നിന്റെ ഉദ്ദേശം? എന്തിനോ കച്ചകെട്ടി ഇറങ്ങിയതുപോലെ ഉണ്ടല്ലോ. ഈ വരവിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണെന്നറിഞ്ഞ് കൊള്ളായിരുന്നു. എന്തായാലും നിങ്ങളെപ്പോലെ സ്നേഹം കാണിച്ച് ചതിക്കില്ല ഞാൻ, അതുറപ്പ് തരാം. വാശിയോടെ പറയുന്നവളുടെ നേരെ മുന്നിൽ വന്നു നിന്ന് ഗോവിന്ദ് 2 ചൂട് പിന്നിലേക്ക് വെച്ചു. പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ടേബിൾ ചെന്നവൾ തടഞ്ഞു നിന്നു. ഭയം ഉള്ളിലുണ്ടെങ്കിലും അവളത് പുറമേ കാണിച്ചില്ല. കാരണം ഒരിക്കൽ അവൻ തന്നെ ദേഹോപദ്രവം ചെയ്യില്ല എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കൈകൾ അവളുടെ ഇരുവശത്തും കുത്തി അവൻ അവളെ നോക്കി. നിനക്കെന്താടി, എന്നോട് പ്രേമോ? അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ആണെങ്കിൽ നിങ്ങൾ എന്നെ തിരികെ പ്രേമിക്കുമോ ഗോവിന്ദ്? അവളും അതേ ഈണത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഗീത, നിനക്കൊരു കാര്യം അറിയുമോ? ഒരു പരിഹാസത്തോടെ അവനത് ചോദിച്ചതും എന്തെന്ന ഭാവത്തിൽ അവൾ മുഖമൂർത്തി. നീ ഉത്സവപ്പറമ്പിൽ കളിപ്പാട്ടത്തിനായി കരയുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ആഗ്രഹിച്ച കളിപ്പാട്ടം കയ്യിൽ കിട്ടുന്നവരെയും അവർ കരയും. ഇനി അത് കിട്ടിയാലോ 1-2 തവണ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും, അല്ലെങ്കിൽ എറിഞ്ഞുടയ്ക്കും. സത്യത്തിൽ നീ എനിക്ക് അതുപോലൊരു കളിപ്പാട്ടമാ. എൻ്റെ ആഗ്രഹം തീരുന്നവരെയും ഉപയോഗിക്കാനുള്ള കളിപ്പാട്ടം. അവസാന വരികൾ അവനൽപ്പം പതിഞ്ഞ സ്വരത്തിലാണ് പറഞ്ഞത്. അതും അവളുടെ കാതോരം ചേർന്ന്. അവൾ നീണ്ടു നിവർന്ന മിഴികൾ ഉയർത്തി അവനെ നോക്കി. ആഗ്രഹം ഒരിക്കലും തീർന്നില്ലെങ്കിലോ ഗോവിന്ദ്, ഞാൻ അത്ര പൊട്ടനൊന്നും അല്ലടി. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ കൈകളെടുത്ത് ഗോവിന്ദിൻ്റെ ഇരു ഷോൾഡറിലും വെച്ചു. ഓ മിസ്റ്റർ ഗോവിന്ദ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കൊരിക്കൽ മനസ്സിലാകും. എന്തോ വലിയ തമാശ കേട്ടതുപോലെ ഗോവിന്ദ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഗീതയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. താൻ എത്ര വലിയ കാര്യത്തിൽ പറഞ്ഞതാണ്, എന്നിട്ട് അവൻ നിന്ന് ചിരിക്കുന്നു. എനിക്ക് മാറി നിൽക്കങ്ങോട്ട്, എനിക്ക് കുറേയധികം പണിയുണ്ട്. അവൾ അവനെ ദേഷ്യത്തോടെ തള്ളി മാറ്റിയിട്ട് തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. അവൻ അപ്പോഴും വയറിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അവൾ പറഞ്ഞതുപോലെ ഒരിക്കൽ അവന് അവളില്ലാതെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നറിയാതെ. എവിടെയായിരുന്നു ഗിരിയേട്ട? ഗിരി വന്നപാടെ മീരയുടെ ചോദ്യം അതായിരുന്നു. അതിഷ്ടപ്പെടാത്ത പോലെ അവൾ അവനെ നോക്കി. എന്നെ നോക്കി പീഡിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയണ്ടേ എൻ്റെ ഭർത്താവ് എവിടെ പോകുന്നു, ഇപ്പോൾ വരുന്നൊക്കെ. അമ്മേ അമ്മേ, നാശം പിടിക്കാൻ ഈ തളത് എവിടെ പോയി? അവൻ അടുക്കളയിലേക്ക് നോക്കി അലറി വിളിച്ചു. അമ്മ ഇവിടെ ഇല്ല. അതാ ചോദിച്ചാൽ തള്ള എന്തിയെന്ന്. അമ്മയുടെ വീട്ടിൽ പോയി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറ, ഞാൻ നിങ്ങളുടെ ഭാര്യയായി പോയില്ലേന്ന്. ഗിരിക്കങ്ങ് ദേഷ്യം കൊണ്ട് വിറഞ്ഞു കയറി. ഡിക്കോപ്പ്, നീ കൂടുതലങ്ങ് ഉണ്ടാക്കല്ലേ. അവൻ ദേഷ്യത്തോടെ അവളുടെ കഴുത്തിനെ പിടിച്ചുകൊണ്ട് ചുമരിനോട് ചേർത്തു. കണ്ണ് തള്ളിയപ്പോൾ മീര ശ്വാസമെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ശാരീരിക മാസകലം വിറകൊണ്ടു. ഗിരിയേട്ട എന്നൊരു വിളി തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു. പെട്ടെന്നാണ് ഗിരി താൻ എന്താണ് ചെയ്യുന്നതെന്ന ബോധമുണ്ടായത്. അവൻ്റെ കൈ അയഞ്ഞു. അടുത്ത നിമിഷം അവൾ ബോധരഹിതയായി നിലം പതിച്ചു. ഗിരി അവൻ്റെ നെഞ്ചോളം മാത്രം ഉയരമുള്ള ആ ചെറിയ പെണ്ണിനെ താങ്ങിയെടുത്തു. ബെഡിൽ കൊണ്ട് കിടത്തി. ധൃതിയിൽ പോയി അല്പം വെള്ളം എടുത്തുകൊണ്ടുവന്നു. അവളുടെ മുഖത്തേക്ക് തളിച്ചു. കൺപോളുകൾക്ക് മുകളിൽ ഒരു ചെറുചലനം സൃഷ്ടിച്ചുകൊണ്ട് അവൾ മിഴികൾ വലിച്ചു തുറന്നു. സത്യത്തിൽ അപ്പോഴാണ് അവൻ ആശ്വാസമായത്. എന്തെങ്കിലും കഴിച്ചോ? വെള്ളം വേണോ? ആദ്യമായി അവൾ അവൻ്റെ ആർദ്രമായ സ്വരം കേട്ടു. ഇവിടെ കിടന്നു, ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം. എന്തോ ആ പെണ്ണിനോട് അവന് വല്ലാത്തൊരു അരിവ് തോന്നി. വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ അവളെ ബെഡിലേക്ക് ഹെഡ് ബോർഡിലേക്ക് ചാരി ഇരുത്തി. ദാ കുടിക്കും. അവളത് മുഴുവനും കുടിച്ചു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാ, സോറി. ഇനി ഇത് ആവർത്തിക്കില്ല. താൻ റെസ്റ്റ് എടുത്തു. അവൻ തിരിഞ്ഞ് നടന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്തെന്ന ഭാവത്തിൽ അവൻ തിരിഞ്ഞതും അവൾ അവൻ്റെ കയ്യിലേക്ക് തല ചായച്ചു. അത് കണ്ട് ഗിരി പകച്ചു നിന്നു. ഗോവിന്ദ്,
അവളുടെ വിളി കേട്ട് ലാപ്പിലേക്ക് കണ്ണു നട്ടിരുന്നവൻ തലേന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ലഞ്ച് ബ്രേക്ക് നമുക്ക് കഴിക്കണ്ടേ? മാഡത്തിന് വിശക്കുമ്പോൾ അങ്ങ് കഴിച്ചാൽ മതി, എന്നെ നോക്കണ്ട. അവനത് പറഞ്ഞു തീർന്നതും അഞ്ജലി ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. കിച്ചു, വല്ലാതെ വിശക്കുന്നു, നമുക്ക് ഫുഡ് കഴിച്ചാലോ? പിന്നെന്താ, എനിക്ക് നല്ല വിശപ്പ്. അതും പറഞ്ഞവൻ ഗീതയെ ഊളി കണ്ണിട്ട് നോക്കി. അവളുടെ മുഖം വാടിയത് അവനും മനസ്സിലായതും അഞ്ജലിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ്റെ ആ പ്രവൃത്തിയിൽ അഞ്ജലി ഞെട്ടിപ്പോയിരുന്നു. കാരണം ഗോവിന്ദ് ഒരിക്കലും അവളെ സ്വാതന്ത്ര്യത്തോടെ അത്രയും ചേർത്ത് പിടിച്ചിട്ടില്ല. അവൾ അവനോട് അത്രയും അടുക്കുമ്പോഴും അവളിൽ നിന്നൊരകലം അവൻ കൃത്യമായി പാലിച്ചിരുന്നു. അതിനാൽ അഞ്ജലി വളരെയധികം സന്തോഷിച്ചു. പോകുന്ന ഗീതയെ തലചിരിച്ചൊന്ന് നോക്കാനും അവൾ മറന്നില്ല. ഗീത അവർ പോയ വഴിയെ ഒന്ന് നോക്കിയ ശേഷം തൻ ലഞ്ച് ബാഗുമായി റീനയുടെ അരികിലേക്ക് നടന്നു. റീനയെ ഒറ്റയ്ക്കിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവൾ ഗീതയ്ക്ക് വേണ്ടിയാണ് എല്ലാവരിൽ നിന്നും അകന്നത്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം 4 ഗ്രൂപ്പായി വിഭജിക്കപ്പെട്ടു. ഗോവിന്ദും അഞ്ജലിയും ഒരു ഗ്രൂപ്പ്, അടുത്ത സിത്താരയും രാഹുലും, പിന്നെ റീന, ഗീത, അവസാനമായി ബാക്കിയുള്ള സ്റ്റാഫുകളും. ഗീതയും ഗോവിന്ദും ഒരുമിച്ചിരിക്കുന്നില്ല എന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഓഫീസിൽ വന്ന ഗോവിന്ദിനെ കണ്ടതു മുതൽ തന്നെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഗീതയും കൂടെ വന്നതോടെ അവർ തമ്മിൽ അത്ര നല്ല റിലേഷനിലല്ല എന്നത് എല്ലാവർക്കും മനസ്സിലായി. അതിലേറ്റവും അധികം സന്തോഷിച്ചത് ആ 3 പേരാണ്, രാഹുലും അഞ്ജലിയും സിത്താരയും. വിഷമിച്ചത് റീനയും. സാർ ഇവിടെ ഇരിക്കുന്നു. സിത്താര ഗോവിന്ദിനെ നോക്കി ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഗീത ഉൾപ്പെടെ ബാക്കി മുഴുവൻ പേരും സിത്താരയെ തിരിഞ്ഞു നോക്കിയിരുന്നു. കിച്ചു, നമുക്ക് അങ്ങോട്ട് പോയാലോ? അഞ്ജലി പറഞ്ഞപ്പോൾ അവൻ ശരിയെന്ന രീതിയിൽ തലയാട്ടി. അങ്ങനെ അവരുടെ ഗ്രൂപ്പിലേക്ക് അഞ്ജലിയും ഗോവിന്ദും കൂടി ചേർന്നു. അത് കണ്ടു റീന സംശയത്തോടെ ഗീതയെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാ നിനക്ക് വിഷമോ ഗീത? ചേച്ചി എന്താ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. ഞാനും ഗോവിന്ദും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നല്ലേ? റീന തലയാട്ടി. ചെറിയൊരു പ്രശ്നം, അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, പെട്ടെന്ന് മാറിക്കോളും. എനിക്ക് തീരെ വിശ്വാസം പോരാ ഗീത. നീ എനിക്കെൻ്റെ അനിയത്തിയെ പോലെയാ, അതുകൊണ്ട് പറയുക, സൂക്ഷിക്കണം. അഞ്ജലി എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അവർ ഒരുമിച്ച് കളിച്ച് വളർന്നല്ലേ, ചിലപ്പോൾ അതിൻ്റെ ആവും. നമുക്ക് കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. റീനയെ പെട്ടെന്ന് തന്നെ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാൻ കഴിഞ്ഞെങ്കിലും അവൾ മുൻപ് തന്നോട് മുഴക്കിയ ഭീഷണി പെട്ടെന്ന് ഗീതയ്ക്ക് ഓർമ്മ വന്നു. സംസാരിക്കുമ്പോഴൊക്കെയും അവൾ എൻ്റെ കിച്ചു എന്നാണ് ഗോവിന്ദനെ അഭിസംബോധന ചെയ്തിരുന്നത്. ഒരിക്കൽ പറയുകയും ചെയ്തതല്ലേ. അവൾ വെറുതെ ചോറിൽ വിരലിട്ട് ഇളക്കിയിരുന്നു. ഡി പെണ്ണെ, നീ ഇങ്ങനെ ഇരിക്കാതെ കഴിക്കാൻ നോക്ക്. നിന്നെ കെട്ടിയോ നിന്നെക്കുറിച്ച് ഓർത്ത് യാതൊരുവിധ വേവലാതിയില്ല. അങ്ങനെ വയറ് നിറച്ച് കഴിക്കുക, അവസാനം നിനക്ക് തന്നെ ആവും നഷ്ടം കേട്ടു. എനിക്കെന്തോ വിശക്കുന്നില്ല ചേച്ചി. അതാ. അവൾ അതേപോലെ തന്നെ ലഞ്ച് ബോക്സ് അടച്ചു വെച്ചു. റീനപ്പിൽ നിന്നും വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല. കൈ കഴുകി നേരെ ക്യാബിലേക്ക് ചെന്നു. ആ ടേബിളിലേക്ക് തല ചായച്ചു കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് അവിടേക്ക് എത്തി. ടേബിളിലേക്ക് തല ചായച്ചു കിടക്കുന്ന അവളെ കണ്ടതും അവൻ്റെ മിഴികൾ കുറുങ്ങി. അതെ, ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ വീട്ടിൽ പോ, ഇവിടെ അതിനുള്ള സ്ഥലമല്ല. ടേബിളിന് മേൽ ശക്തിയായി അടിച്ചുകൊണ്ട് ഗോവിന്ദ് അത് പറയുമ്പോൾ ഗീത ഞെട്ടി എഴുന്നേറ്റു. സോറി സർ, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. അവന് മുഖം കൊടുക്കാതെ അവൾ വീണ്ടും ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് സിസ്റ്റത്തിലേക്ക് നോക്കി. ഉച്ച തിരിഞ്ഞ് ഗോവിന്ദിൻ്റെ ഇമെയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ബാംഗ്ലൂരിൽ വെച്ച് 3 ദിവസത്തെ മീറ്റിംഗ്, എല്ലാ ബിസിനസ് ടീമും അതിൽ ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നും സെലക്ട് ആയത് ഒരേ ഒരു കമ്പനിയാണ്, അത് ഗോവിന്ദിൻ്റെയും AKM ഫാർമസ്യൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടായിരുന്നില്ല അത്. അവൻ നോക്കി നടത്തുന്ന മറ്റനേകം കമ്പനികളൊന്ന്, എന്നാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായ AKM കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു. ആ ക്ഷണം കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 3 പേർക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. നെക്സ്റ്റ് വീക്കാണ് പ്രോഗ്രാം. അതിനു മുമ്പ് തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. ഗോവിന്ദ് ഉടൻ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഗീത ഉൾപ്പെടെ എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഗോവിന്ദ് തങ്ങൾക്ക് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കി. ഈ കമ്പിൽ നിന്നും ഒരാൾക്ക് അവൻ്റെ കൂടെ പങ്കെടുക്കാം, ആ ഒരാൾ ഗീതയാകും എന്നാണ് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അഞ്ജലിയെ തിരഞ്ഞെടുത്തു. അഞ്ജലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന നിലയിലായിരുന്നു. ഗീതയുടെ മുഖം കുനിഞ്ഞു. ആ തീരുമാനത്തിൽ സിത്താരയും രാഹുലും അത്യധികം സന്തോഷിച്ചു. ഗോവിന്ദില്ലാത്ത കുറച്ച് ദിവസം മാത്രം മതിയാകും ഗീത തങ്ങളുടെ കയ്യിൽ കിട്ടാൻ എന്നവർ കരുതി. എൻ്റെ കൊച്ചി, നിന്നെ വിലയില്ലാത്തടത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന എന്തിനാ? ഇടിച്ചു പോവാൻ നോക്കും. റീന അത് പറഞ്ഞപ്പോൾ മറുപടിയൊന്നുമില്ലാതെ അവൾ തലകുനിച്ചു.
വൈകിട്ട് പോകുവാനായി കിഷോറിനെ വിളിച്ചപ്പോൾ അയാൾ ചിത്രയും കൊണ്ട് മറ്റെവിടെയോ പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരികെ ബസ്സിൽ പോകാൻ അവൾ തീരുമാനിച്ചു. ഗോവിന്ദ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അവൻ ഗീതയെ നോക്കിയപ്പോൾ അവൾ ക്യാബിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് അവളെ മറികടന്നുകൊണ്ട് അവൻ്റെ കാർ മുന്നോട്ട് കുതിച്ചു. അതിനുള്ളിൽ നിന്ന് അഞ്ജലിയുടെ പരിഹാസച്ചിരി അവളുടെ മേൽ പാറി വീണു. സമയം ഇഴഞ്ഞു നീങ്ങി. ബസ്സൊന്നും ഇതുവരെയും വരില്ലെന്ന് അവൾ വേദനയോട് ഓർത്തു. എന്നാൽ എതിർവശത്തുള്ള വണ്ടികളൊക്കെ പോകുന്നുമുണ്ട്. എങ്കിലൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോകാം. അതാകുമ്പോൾ നാളെ വീട്ടിൽ തന്നെ വരികയും ചെയ്യാമല്ലോ. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തുമെത്തി. ആ സമയം തന്നെ ബസ് വന്നിരുന്നു. അവൾ അതിനുള്ളിലേക്ക് നൂണ്ട് കയറി. ബസ്സിനുള്ളിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയതും അവൾ തൻ്റെ ഫോൺ കയ്യിലെടുത്തു. ചാർജ് തീരെയല്ല, ഇപ്പോൾ ഓഫായി പോകുമെന്ന് അവൾ കരുതി. ഗോവിന്ദിനോട് പറയണമെന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ചിത്രയെ വിളിച്ചു. എന്നാൽ അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവളുടെ ഫോൺ ഓഫായി പോവുകയും ചെയ്തു. വീട്ടിലേക്ക് ചെന്നതും അവൾ ഓടിച്ചെന്ന് മുറ്റത്തിരുന്ന സിന്ധുവിനെ ഇറുകെ പുണർന്നു. എന്താ മോളെ ഒന്നും പറയാതെ വന്നത്? ചുമ്മാ എൻ്റെ അമ്മച്ചി എനിക്കൊന്ന് കാണണമെന്ന് തോന്നി, അതാ. അവൾ ചിണുങ്ങിക്കൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു. പോയി ഡ്രസ്സ് മാറിവ, ഞാനത് താവൽ പറ്റിച്ചതും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, ഞാനിപ്പോൾ വരാം. അവൾ തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് കയറി. പിന്നാലെ അവരും. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഗോവിന്ദിനെ കാണുന്നതിന് മുമ്പ് തൻ്റെ മകൾ ഇങ്ങനെയായിരുന്നില്ല. സദാസമയം ദുഃഖം നിറഞ്ഞ മുഖമായിരുന്നു അവൾക്ക്. ഇപ്പം അതെല്ലാം മാറി. അവൾക്ക് വന്നെത്തിയ ഭാഗ്യത്തിന് അവർ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഓഫീസിലുണ്ടായ സകല കാര്യവും അവൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ ഗോവിന്ദ് ഉച്ചയ്ക്ക് ഏതോ മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഗോവിന്ദിനെ തന്നെ കൊണ്ടുപോകാത്തതും അവനും അവൻ്റെ പേഴ്സണൽ സ്റ്റാഫിനും മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ എന്ന് കള്ളം പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കേണ്ടി വന്നു. കാരണം ഗീത ഒരിക്കലും അവരോട് കള്ളം പറയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. മോളെ, നീ അവരോട് വിളിച്ചു പറഞ്ഞു ഇന്നിവിടെയാണെന്ന്? ആൻറ്റി വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ ഗോവിന്ദിനെ വിളിക്കാൻ പോയപ്പോൾ ഫോൺ ഓഫായി പോയി. എങ്കിൽ എൻ്റെ ഫോണിന് വിളിച്ച് പറ, അല്ലെങ്കിൽ അവരെന്ത് കരുതും? പറയാം. അപ്പോഴേക്കും ബാമയും അവിടെ എത്തിയിരുന്നു. ചേച്ചിയെപ്പോൾ വന്നു? അവൾ അതിശയത്തോടെ തിരക്കി. കിച്ചിടം വന്നില്ലേ? ഇല്ല. അതോടെ തീർന്നു. ചോദ്യവും പറച്ചിലുമൊക്കെ. ബാമ അകത്തേക്ക് കയറി. ഗോവിന്ദ് ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 9 മണിയാകുന്നു. ഗീത ഇതുവരെയും എത്തിയില്ല. അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി. അവൾ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒരു പിടുത്തവുമില്ല. ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും അവൻ വളരെ വേഗത്തിൽ തൻ്റെ കീയുമായി തൻ്റെ കാറിനുള്ളിലേക്ക് കയറി.